മാഡം, സമൂഹത്തിൽ നിന്ന് കണ്ടുവരുന്ന ഈ നീതി നിഷേധങ്ങൾക്കും നിയമ ദുരുപയോഗത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മുടെ സംഘടനയ്ക്ക് പൊതുസമൂഹത്തോട്, അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരോട്, അതേപോലെ മാധ്യമങ്ങളോട് എന്താണ് നമ്മുടെ സംഘടനയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് വ്യക്തമാക്കിയാൽ. ആദ്യം തന്നെ ജുഡീഷ്യറി സംവിധാനങ്ങളോടാണ് ഈ സംഘടനയ്ക്ക് പറയാനുള്ളത്. താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇത്ര നേരം നമ്മളുടെ ചർച്ചാ വിഷയമായിരുന്ന നിയമ ദുരുപയോഗം, ഏകലിംഗ നീതി നടപ്പിലാക്കൽ, പക്ഷാപാതമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ, ഇതിൻ്റെ ദൂഷ്യവശങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ദൂഷ്യവശങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് നമ്മുടെ ഇന്ത്യയുടെ കുടുംബ സംവിധാനത്തിന് അത്യാവശ്യമാണ്. അതിന് സഹായമായി വരുന്നത് ഒന്ന് കോടതികൾ, രണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ, പ്രമുഖ ധാരാ വാർത്താ മാധ്യമങ്ങൾ, നിയമപാലകർ, പൊതുസമൂഹം. ഇത്രയും ജനവിഭാഗങ്ങൾ ഒന്നിച്ചാൽ മാത്രമേ ഇന്ത്യൻ കുടുംബ വ്യവസ്ഥ, ഇന്ത്യൻ കുടുംബക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. ആദ്യം തന്നെ ജുഡീഷ്യറിയോട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലും ഈ സംഘടന എന്ന നിലയിലും, സംഘടന ഭാരവാഹി എന്ന നിലയിലും, ഫൗണ്ടർ എന്ന നിലയിലും പറയാനുള്ളത്, ദയവായി എല്ലാവരെയും ഒരുപോലെ, സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരുപോലെ കാണണം, ഒരുപോലെ നീതി സമത്വങ്ങൾ നൽകണം എന്നുള്ളതാണ്. പരിഗണനയോ മുൻഗണനയോ സ്ത്രീ വിഭാഗം എന്ന ദുർബല വിഭാഗത്തെ കൊടുത്തോളൂ, എങ്കിലും പുരുഷനെ ഇരയാക്കി അവന്റെ കുടുംബത്തിലുള്ള സ്ത്രീകളെ അടക്കം ഇല്ലാതാക്കുന്ന, കഴുത്തിൽ കുടുക്കിട്ട് വലിക്കുന്ന, ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഈ നിയമ ദുരുപയോഗം നോക്കി കണ്ണടച്ചിരിക്കുന്ന നിയമവ്യവസ്ഥയോട് താഴ്മയായ ഒരു കാര്യം അപേക്ഷിക്കുകയാണ്. ദയവായി വോട്ടവകാശമുള്ള പൗരന്മാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമവ്യവസ്ഥ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. പിന്നീട് വാർത്താമാധ്യമങ്ങളോടാണ്. വാർത്താമാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളെ എല്ലാവിധത്തിലും അങ്ങോട്ടിങ്ങോട്ടും ആശയവിനിമയം നടത്താനുള്ള ഒരു സംവിധാനമാണ്. അവിടെയും ഏകലിംഗ നീതി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് പ്രമുഖ വാർത്താ മാധ്യമങ്ങൾ. പലപ്പോഴും ഈ സംഘടന പ്രമുഖ വാർത്താ ധാര മാധ്യമങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ഒരു അഭിമുഖമോ അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്ന വാർത്തകളോ കൊടുക്കാനായിട്ട്. ഒരിക്കൽ പോലും പ്രമുഖമായ ഈ വാർത്താ മാധ്യമങ്ങൾ മുന്നോട്ട് വരാറില്ല. എന്നാൽ സോഷ്യൽ മീഡിയ മുന്നോട്ട് വരാറുണ്ട്. ബിസിനസ്സായി ഒരിക്കലും സ്ത്രീയെയും പുരുഷനെയും നിങ്ങൾ കാണരുത് എന്നാണ് ഈ സംഘടനയ്ക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ രാഷ്ട്രീയ ലോബികളോടാണ്. നിങ്ങൾക്ക് പുരുഷന്റെ വോട്ട് ഇല്ല എന്നാണ് ശക്തമായി പറയാനുള്ളത്. ഒപ്പം തന്നെ ആ പുരുഷനോട് ഒത്തുനിൽക്കുന്ന സ്ത്രീ സമൂഹത്തിന്റെയും വോട്ടില്ല. ഏകലിംഗ നീതി നടപ്പിലാക്കുന്ന സ്ത്രീയുടെ വോട്ട് മാത്രം വാങ്ങി നിങ്ങൾ ഭരിക്കുവിൻ. മാന്യമായി ഭരണം നിങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ സ്ത്രീയുടെയും പുരുഷന്റെയും വോട്ട് ചോദിച്ച് നിങ്ങൾ മുന്നോട്ട് വരുവിൻ. നിങ്ങൾ സ്ത്രീകളെ തന്നെ വെപ്പണായി ഉപയോഗിച്ചു എന്നുള്ളത് നമുക്കിപ്പോൾ ഇത്രയും കാലങ്ങളിലൂടെ ജനം മൊത്തം കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എതിരായും നിങ്ങൾ തന്നെ പരിചയമായും ആയുധമായി നിങ്ങളുടെ മുന്നിലേക്കും സ്ത്രീ തന്നെയാണ് കടന്നു വന്നിരിക്കുന്നത്. മുറിവേറ്റ രാഷ്ട്രീയക്കാരെ,
നിങ്ങൾ മനസ്സിലാക്കുവിൻ, നാളെ നിങ്ങളുടെ തലയും ഈ ലീഗൽ ടെററിസ്റ്റുകൾ എടുത്തിരിക്കും, നിങ്ങളുടെ കുടുംബവും തകർത്തിരിക്കും. അതുപോലെ തന്നെ സമൂഹത്തിനോട് പറയാനുള്ളത്, ഇന്ത്യൻ ജനതയെ, പ്രത്യുത കേരള ജനതയെ, നിങ്ങൾ ഉണരുവിൻ. നിങ്ങളുടെ മുന്നില് കൊറോണ പ്രളയം എല്ലാം വന്ന സമയത്ത് നിങ്ങൾ വാക്സിനുകളും സംഗതികളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇത് ഒരു കൊറോണ വൈറസിനേക്കാൾ അല്ല നിപ്പ വൈറസിനേക്കാൾ മാരകമാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നാം, എൻ്റെ വീട്ടിൽ ഈ പ്രശ്നമില്ലല്ലോ, എനിക്ക് ഈ നിയമ ദുരുപയോഗം അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ, അപ്പൊ ഞാൻ നോക്കാം. വിഡ്ഢികളായി നിങ്ങൾ ഇരിക്കരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിയമങ്ങളെല്ലാം മുൻപേ വാങ്ങിവെക്കണം. നിങ്ങളുടെ വീട്ടിൽ സ്ത്രീയും പുരുഷനും ഉണ്ടെങ്കിൽ പുരുഷന് നീതി നടപ്പിലാവണം. എൻ്റെ വീട്ടിൽ ഞാൻ ഒരു അമ്മമാരോടും എടുത്തു പറഞ്ഞു, മക്കളെ പ്രസവിക്കുമ്പോൾ ഒരു പുരുഷൻ, ഒരു ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നമ്മൾ എന്തൊക്കെ സംരക്ഷണം കൊടുക്കുന്നു? നടക്കുന്നത് വരെയും അത് പാലൂട്ടിയും ആ കുട്ടിയെ നടത്തം പഠിപ്പിച്ചും സ്കൂളിൽ പഠിപ്പിച്ചും ഒരു ഉദ്യോഗസ്ഥനാക്കിയും പുറത്തേക്ക് ഇറക്കുമ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥ തന്നെ എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങൾ കൊണ്ട് അവന്റെ മരണം അല്ലെങ്കിൽ അവന്റെ ജീവൻ, അവന്റെ എല്ലാം തകർത്തെറിയുന്ന ഈ മാരക വിഷവിത്തുകളെ ഒഴിവാക്കുവാൻ കേരള ജനമേ ഉണരുവിൻ. നിങ്ങൾ വരുവിൻ, സംഘടിക്കുവിൻ, നിയമനിർമ്മാണ സഭയ്ക്കെതിരെ ശബ്ദിക്കുവിൻ. പിന്നെ എല്ലാ സംഘടനകളും, പുരുഷ സംഘടനകൾ ഒരുപാടുണ്ട്, അവരെല്ലാം കൊടുക്കുന്നത് പൊതു താല്പര്യ ഹർജിയാണ്. സുപ്രീം കോടതിയിൽ പില്ല്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അത് കൊടുത്തത് കൊണ്ട് ഒരു പില്ല് പോലും, അതായത് ഒരു പൊതു താല്പര്യ ഹർജി പോലും അംഗീകരിച്ചിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾക്ക് നിയമനിർമ്മാണ സഭ തരുന്ന നിയമങ്ങൾ അതെടുത്ത് വ്യാഖ്യാനിക്കാനും പ്രയോഗിക്കുവാനും മാത്രമേ അധികാരമുള്ളൂ. എന്നാൽ സുപ്രീം കോടതി സ്ത്രീയുടെ കാര്യം സ്വമേധയാ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിയമനിർമ്മാണ സഭയോട് എല്ലാ ജനവും ഐക്യത്തോടെ ശബ്ദമുയർത്തിയാൽ നിയമനിർമ്മാണ സഭ കേൾക്കേണ്ടി വരും. കേൾക്കുക തന്നെ ചെയ്യണം. ഇന്ത്യൻ ജനതയുടെ ശക്തിയാണ് ഈ നിയമനിർമ്മാണത്തിന്റെ കാലുകൾ. അത് അവർ മനസ്സിലാക്കുകയും നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യണം. ഈ രാഷ്ട്രീയ കക്ഷികളോട്, ഒരു രാഷ്ട്രീയ കക്ഷികളോടും നമുക്ക് എതിർപ്പില്ല. എങ്കിൽ ലോബികളോട്, നിങ്ങളുടെ അന്തകരായി തന്നെയാണ് ഞങ്ങളുടെ സംഘടന മുന്നോട്ട് പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, നിയമനിർമ്മാണ സഭയിലിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഞങ്ങളുടെ ആവശ്യം പറയേണ്ടത് നിങ്ങളോടാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഈ നിയമങ്ങളിലെ ഭേദഗതിയും പുരുഷന് വേണ്ടുന്ന നിയമങ്ങളും എഴുതി ചേർക്കുകയും പുരുഷന് വേണ്ടി ശബ്ദിക്കാൻ ഇരയായി തീർന്ന 98% കേസുകളും 498 സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്ന ലീഗൽ ടെററിസം, കള്ളക്കേസുകൾ എന്ന് സുപ്രീം കോടതി ജഡ്ജിമാർ പറഞ്ഞതിൽ വിട്ടിട്ടുള്ള ഒരു എവിഡൻസ് നിങ്ങൾക്ക് തരേണ്ടതില്ല. അപ്രകാരം നിങ്ങൾ ഒരു ബില്ല് പാസ്സാക്കുവാൻ വേണ്ടി ഒത്ത് നിൽക്കണമേ. മറ്റുള്ള രാഷ്ട്രീയമായിട്ട് കൂടാതെ പുരുഷ സംഘടനകളോടും മനുഷ്യാവകാശ സംഘടനകളോടും എടുത്തു പറയാനുള്ളത്, ഒരുമിച്ച് നിന്ന് ഈ ബില്ല് കൊടുക്കുവാൻ എല്ലാവിധ സപ്പോർട്ടും ഈ സംഘടനയ്ക്ക് നൽകണമെന്നും എല്ലാവരും ഈ സംഘടനയ്ക്ക് വരണമെന്നും വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. നീതി നിഷേധിക്കപ്പെട്ട പുരുഷന്മാർക്ക് വേണ്ടി ഒരു സ്ത്രീ എന്ന നിലയിൽ മാഡം തന്നെ മുന്നോട്ടിറങ്ങി ഒരു സംഘടന രൂപീകരിക്കുകയും ആ സംഘടനയോട് അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കും അതേപോലെ തന്നെ പൊതുസമൂഹത്തിനും ഉണ്ടായി വരുന്ന സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയതിനും മാഡത്തിന് എൻ്റെ ഈ ഒരു സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.